ഒരു പണിയില്ലാണ്ട് നടക്കേ, ഇതെനിക്ക് വെറുപ്പാണ്. ആര് പറഞ്ഞു? എനിക്ക് ശേഷം ഒരു നബിയുണ്ടാകുമായിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ ഉമറാകുമായിരുന്നുവെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹാൻ. വലാകിൻ ലാ നബിയ ബഅദി ലാ ഫീ അമലി ദുനിയ വലാ ഫിൽ അമലിൽ ആഖിറ. ദുനിയാവിന്റെയും കാര്യം നടക്കുന്നില്ല, ആഖിറത്തിന്റെയും കാര്യം നടക്കുന്നില്ല. അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യത്തിലല്ലാതെ വെറുതെ ജീവിതം നശിപ്പിച്ചു തീർക്കുന്നവരെ എനിക്ക് വെറുപ്പാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങളും ഇതുപോലെയുള്ള ഒരു സമാനമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നീല അംഖുതുർ റജുല ലാ ഫീ അമലി ദുനിയ വലാ ഫീ അമലിൽ ആഖിറ. നസബു ബിനി ആദമ ഫിഅലുഹു നസബു ബിനി ആദമ ഫിഅലുഹു ഫൻദുർ ലിനസബിക ഫിന്നസബ് ഫൻദുർ ലിനഫ്സിക ഫിന്നസബ് അമലു ബിനി ആദമ നസബുഹു ഫൻദുർ ലിനഫ്സിക ഫിന്നസബ്. മനുഷ്യന്റെ കർമ്മമാണ് ഒരു മനുഷ്യന്റെ തറവാട്. തറവാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യാപ്പ ചെയ്ത നന്മകളാണ്. അല്ല വല്യാപ്പാന്റെ വീട് എത്ര വലിപ്പുണ്ടായിരുന്നോ, വല്യാപ്പാക്ക് എത്ര സ്വത്തുണ്ടായിരുന്നോ, വല്യാപ്പ എന്തെങ്കിലും നാടിന് മഹല്ലിന് ചെയ്തിട്ടുണ്ടോ, ദീനിന് ചെയ്തിട്ടുണ്ടോ, മനുഷ്യർക്ക് ചെയ്തിട്ടുണ്ടോ, അതേ ആളുകൾ നോക്കുള്ളൂ. അതാണ് തറവാട്. ഇപ്പോൾ പറയാം വല്യാപ്പ വലിയ ആളായിരുന്നു, എന്താ അതിന്റെ അർത്ഥം? അവരൊരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെയുള്ള തറവാടുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ മരിച്ചു പോകുമ്പോ ഒരടയാളം, you should leave something behind you. വെറുതെ മരിച്ചു പോകരുത്. മരിച്ചു പോയാൽ അത് അവർ ചെയ്ത നന്മയാണിത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ജനങ്ങൾക്ക് ഓർക്കാനുണ്ടാവണം. ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അൽ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കാല് കടച്ചിലൊന്നും അറിയില്ല, അന്ന് നമ്മൾ നിൽക്കുകയാണ്. ചോദ്യം വരുന്നു. ആ ചോദ്യം ഉത്തരം പറയാതെ ഒരു കാല് എടുത്തു വെക്കാൻ കഴിയില്ലെന്ന് പുണ്യ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉംരിഹി ഫീമാ ഫിനാഹ്, ജീവിതം എവിടെയാണ് നശിപ്പിച്ചത്? പ്രേമത്തിന്റെ പിന്നിലാണോ, മയക്കുമരുന്നിന് വേണ്ടിയാണോ, കള്ളിന് വേണ്ടിയാണോ, കൊള്ളയ്ക്ക് വേണ്ടിയാണോ, പൈസയ്ക്ക് വേണ്ടിയാണോ? എന്തേ ഇപ്പൊ ലൈഫ് കൊണ്ട് നീ ചെയ്തത്? അല്ലാഹു ചോദിക്കും. എന്തിനെ നീ നശിപ്പിച്ചത്? അതിൽ ആത്മഹത്യ ചെയ്ത് കളയുന്നവരുണ്ട്. അള്ളാഹു കൊടുത്ത വലിയൊരു ജീവൻ അള്ളാഹു അരുതെന്ന് പറഞ്ഞൊരു തിന്മ കൊണ്ട് കളങ്കപ്പെടുത്തുന്നവർ. എന്തുകൊണ്ട് നീ അത് ചെയ്തു? അള്ളാഹു ചോദിക്കും. യൗവനം നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചത്? ആസ്വദിക്കേണ്ട, എന്റർടൈൻമെന്റ് വേണ്ട എന്നൊന്നുമല്ല ഇതിനർത്ഥം. അള്ളാഹു അനുവദിച്ച പരിധികളിൽ നിന്ന് ഒരു മുസ്ലിമിന് ആസ്വദിക്കാം. വലാകിൻ സാഅത്തും വസാഅഹ്, ഹൻദല റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ പോലെ എപ്പോഴും പേടിച്ചിരിക്കാൻ പറ്റൂലല്ലോ. എപ്പോഴും ഒരു തഖ്വയുടെ അവസ്ഥയിൽ, അല്ലെങ്കിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ മുഴുകിയിരിക്കാൻ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കഴിയില്ല എന്ന് വരും. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇടയ്ക്കൊരു ആശ്വാസം കൊടുക്കണം മനസ്സിന്, കുറച്ച് തമാശയും, അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, നുണ പറയാത്തത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ ഒന്നെവിടെയെങ്കിലും കാണാൻ, ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വെറുപ്പില്ലാത്ത നല്ല കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുക, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ജീവിതം ലക്ഷ്യം എന്റർടൈൻമെന്റ് അല്ല. അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അറിയലാണ്, പുണ്യ നബിയെ അറിയലാണ്, അവിടുത്തെ ജീവിതം പഠിക്കലാണ്. ഇതിനാണ് പറഞ്ഞയച്ചത്. അതിനൊരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അള്ളാഹു ചെയ്തു വെച്ചു, ഒരുപാട് ഫെസിലിറ്റീസ് അള്ളാഹു ചെയ്തു വെച്ചു, എല്ലാ സൗകര്യങ്ങളും, റിസോഴ്സുകൾ അള്ളാഹു നമുക്ക് നൽകി. ആ റിസോഴ്സിൽ ഏറ്റവും വലിയ റിസോഴ്സ് ഇസ് ടൈം, നമ്മുടെ സമയമാണ്. സമയം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ റബ്ബിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും, എന്റെ സമയം നീ എന്ത് ചെയ്തു? അറിവുണ്ടായിട്ട് എന്താണ് അറിവ് കൊണ്ട് നിങ്ങൾ ചെയ്തത്? അറിവുണ്ടായിട്ട് എന്ത് ചെയ്യും? അറിവനുസരിച്ച് ജീവിച്ചുവോ? അള്ളാഹു ചോദിക്കും.
എവിടെന്നാണ് പൈസ ഉണ്ടാക്കിയത്, അത് എവിടെയാണ് ചെലവഴിച്ചത് എന്നും അള്ളാഹു ചോദിച്ചതിന് മറുപടി പറയാതെ ആദമിന്റെ മകന് അലൈഹിസ്സലാം, ഒരു മനുഷ്യന് പോലും ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് കാലെടുത്ത് വെക്കാൻ കഴിയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഒരു പരീക്ഷയിൽ നമുക്ക് ജയിക്കണം. കുട്ടികൾ പരീക്ഷ ജയിക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കാൻ പറയില്ലേ, SSLC ജയിക്കണം, +2 ജയിക്കണം, ഡിഗ്രി ജയിക്കണം, MBBS ജയിക്കണം, നീറ്റ് എക്സാം ജയിക്കണം. അതിൻ്റെ ഒക്കെ വലിയ ജയമാണ് നമുക്ക് മഹ്ശറയിലെ അള്ളാഹുവിൻ്റെ കോടതിയിലെ ഹിസാബ്. അള്ളാഹു നമുക്കതൊക്കെ ജയിക്കാനുള്ള ഭാഗ്യം നമുക്ക് മക്കൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ജീവിതം ചെറുതോ വലുതോ എന്നതല്ല. ചെറിയ വയസ്സിൽ മരിച്ചു പോകുന്നവരില്ലേ, ചെറിയ പ്രായത്തിൽ മരിക്കുന്നവര്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആക്സിഡന്റ് ആയി കിടക്കണം ഷുഐബ് അല്ലേ, ഷുഐബ് എന്നല്ല കുട്ടിയുടെ പേര്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ. ജീവിച്ചത് എത്രയാണെന്നല്ല വിഷയം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ജീവിച്ച ആയുഷ്കാലം നോക്കിയാൽ വളരെ കുറവാണ്. കുറച്ചു കാലം, 40 വയസ്സിനടുത്ത് ജീവിച്ചിട്ടുള്ളൂ. എത്രയാണ് ബാക്കി വെച്ചത് ലോകത്തിന് നൽകിപ്പോന്നത്? കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജർ എന്ന് നബി തങ്ങൾ പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹു 32ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. പക്ഷേ ഇൽമിന്റെ ബഹറായിരുന്നു. ഒരുപാട് ആയുസ്, അതല്ല വിഷയം. ആയുസ്സിൽ എന്ത് നമ്മൾ ചെയ്യുന്നു അതാണ് വിഷയം. അതുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെയുള്ള ജീവിതം നമുക്ക് വേണ്ട. നമുക്ക് ജീവിതത്തിന് ലക്ഷ്യം വേണം, അടയാളപ്പെടുത്തലുകൾ വേണം. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനായിരുന്ന മഹാനായ പണ്ഡിതൻ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു അൻഹുവിനോട്, റജാ എന്നവരോട് പറഞ്ഞു, യാ റജാ ഇന്നലീ നഫ്സൻ സവാഖ. റജാ, എനിക്ക് മുന്നോട്ട് ആഗ്രഹങ്ങൾ തോന്നുന്ന, ഉന്നതങ്ങൾ കയറി പിടിക്കണമെന്ന ആഗ്രഹം തോന്നുന്ന ഒരു ശരീരമാണ് അല്ലാഹു എനിക്ക് നൽകിയത്. എന്റെ നഫ്സിനൊരാഗ്രഹം വന്നു, അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം വന്നു. കല്യാണം കഴിച്ചു. രാജാവിന്റെ മോളെയാണ്, ഖലീഫയുടെ മകളെയാണ്. മദീനയുടെ ഗവർണറാകണം എന്ന ആഗ്രഹമുണ്ടായി. അതും അല്ലാഹു എനിക്ക് തന്നു. ഞാൻ മദീനയുടെ അമീറായിട്ടുണ്ട്. പിന്നെ തോന്നി ഖലീഫയാവണം, അതിന് കഴിയും. 2.5 വർഷമാണ് മഹാൻ സേവനം ചെയ്തത്. ലോകമറിയപ്പെടുന്ന 5ാം ഖലീഫ എന്ന് പറയാൻ കഴിയുന്ന, 2ാം ഉമർ എന്ന് പറയാൻ കഴിയുന്ന റളിയല്ലാഹു അൻഹുമാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. എന്നിട്ട് പറഞ്ഞു, യാ റജാ, ദുനിയാവിലുള്ള ഏറ്റവും വലിയ മഹത്വങ്ങളൊക്കെ ഞാൻ കയറി പിടിച്ചു. എന്റെ ശരീരം ഇനി ആഗ്രഹിക്കുന്നത് തതൂഖു ഇലൽ ജന്ന, സ്വർഗം കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇത് പറഞ്ഞ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഖബറിലേക്ക് ജനാസ വെക്കുമ്പോൾ ഒരു തോൽക്കഷ്ണം ഇങ്ങനെ പാറി വന്ന് വീണു ആ ജനാസന്റെ മുകളിലേക്ക്. എവിടുന്നാന്ന് കണ്ടില്ല. നോക്കുമ്പോ ഹാദാ ഫിജാഉക മിനന്നാർ, ഹാദാ ഫിജാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതരാണെന്ന് അറിയിക്കുന്ന അറിയിപ്പാണിത്. അതായിരുന്നു എഴുതി വെച്ചതെന്ന്. അതടക്കം മറവ് ചെയ്തു മഹാനവറുകളെ. ആഗ്രഹം വെറുതെ ജീവിച്ചു തീർക്കരുത്. മരണത്തിന് മുമ്പ് ഒരു ജുസ് എങ്കിലും ഹിഫ്ള്, പകുതിയെങ്കിലും ഹിഫ്ള്. മസ്ജിദിന്റെ ഖിദ്മത്ത്, സേവന പ്രവർത്തനങ്ങള്, റിലീഫ് പ്രവർത്തനങ്ങള്, ചാരിറ്റി, നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉമ്മത്തിനും ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു സേവനത്തിൽ നിരതരാവണം. ഒരു നിയ്യത്ത് വേണം. അല്ലെങ്കിൽ പഠിക്കണം. ചെറുതും വലുതുമാകാം, പലതരത്തിലുള്ള നിയ്യത്തുകളാകാം. വെറുതെ ആവരുത്. ചെറിയ മക്കളെ ചെറുപ്പത്തിലെ അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്താൽ നമ്മുടെ മക്കളൊക്കെ നന്നായി പഠിക്കും. അവർക്കതിന് കഴിവുണ്ട്.
ഒരു മൊബൈൽ കളിക്കാൻ കൊടുത്താൽ അവരങ്ങനെ കളിച്ചു പോകും. നേരെ മറിച്ച് അതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചു കൊടുത്ത് ഒരല്പം റെസ്ട്രിക്ഷൻ, ഒരാഴ്ചയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു ഗൈഡൻസ് കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് വളരാൻ കഴിയും. ഇല്ലെങ്കിൽ അവർ വളഞ്ഞു പോകും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സ്വലാഹ നൽകട്ടെ, നന്മ നൽകട്ടെ. ഓരോരുത്തർക്കും അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്നാണ്, കഴിവില്ലാത്ത ഒരാളുമില്ല. അതുകൊണ്ട് ഉന്നതമായ ലക്ഷ്യബോധത്തിന് വേണ്ടി ജീവിക്കാം. പ്രേമത്തിനും ആഭാസത്തിന്റെയും പിന്നാലെ ജീവിതം കളയരുത്. നമ്മുടെ വിദ്യാഭ്യാസം തളർത്തിക്കളയരുത്. കുഞ്ഞു വിദ്യാർത്ഥിനികളോട് പറയാം, ജീവിതം അതിലേറെയൊക്കെ ഒരുപാട് വലുതാണ്. കൗമാരപ്രായത്തിൽ തോന്നുന്ന ഒരു സ്വാഭാവികമായ വൈകാരിക ചിന്തകൾക്കപ്പുറത്താണ് ജീവിതത്തിന് അല്ലാഹു നൽകിയ വിലയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഉന്നതമായ കാര്യങ്ങൾ ഇഷ്ടമാണ്, ഉന്നത ലക്ഷ്യങ്ങൾ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ. നിസ്സാരമായ കാര്യത്തിന് സമയം ചെലവഴിക്കുക, വെറുതെ യൂട്യൂബ് കയറി കമന്റ് അടിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് കയറി എന്തെങ്കിലും എഴുതി വിടുക, എന്തെങ്കിലും ഫിത്നയും ഫസാദും എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട പണിയാണോ? അതിനൊക്കെ ദുന്യാവും ആഖിറവും ഇല്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അവർക്ക് വിട്ടുകൊടുത്താൽ പോരെ? അവർക്കൊരു പണി വേണ്ടേ? അള്ളാഹുവിനെ പറ്റി ബോധമുള്ള നമ്മളിങ്ങനെ വെറുതെ സമയം കുത്തിയിരുന്ന് കളയാണോ? എന്തെങ്കിലും വെറുതെ നോക്കിയിരിക്കുകയാണോ? അള്ളാഹുവിന് ഉന്നതമായ കാര്യങ്ങൾ ഇഷ്ടമാണ്. നിസ്സാരമായ മൂല്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കള് ജോലി അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അവരെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സീരിയസ്നെസ് ഉള്ള വിഷയങ്ങളായിരിക്കണം എന്നൊക്കെയാണ് ഇതിനർത്ഥം കേട്ടോ. ഒരു സംഭവം നടക്കുന്നു. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മക്കയിലാണ്. ആ സമയത്ത് ഹജ്ജിന് വന്നു. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അൽ ബൽഖി റളിയല്ലാഹു അൻഹു. നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലി ഇരുന്നാലോ? ഒന്ന് കുറച്ച് നേരം ഇരിക്കുന്നതല്ലേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി എഴുന്നേക്കാൻ പറ്റുന്നവർ മാത്രം കേട്ടോ, അല്ലാത്തൊരു ഷേജുമൊന്നും എണീക്കണ്ട. ഷേജുമിരിക്കുക, നിങ്ങൾ എണീക്കുമ്പോൾ അതൊരു ഭംഗികേടല്ലേ. ബിസ്മില്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മൂന്നട്ടായോ? ആയോ? ഞാൻ നോക്കിയില്ല. ആയില്ലേ? ഇരിക്കി. എന്നാലും കയ്യൊക്കെ പൊക്കാന്ന്, കയ്യൊക്കെ ഒന്ന് കുടഞ്ഞാലേ നല്ല റാഹത്ത് തോന്നും. സംഭവം ചെറിയ സംഗതിയാണ്, പക്ഷെ അതിലൊക്കെ ഒരു ഉന്മേഷം വരുന്ന. നിങ്ങൾ നോക്കി, ഉന്മേഷം വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ ഇൻഷാ അല്ലാഹ്. നല്ല അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആ ഒരു കൂപ്പണങ്ങൾ തിരിച്ചേൽപ്പിക്കണം. പരിപാടി കഴിയുന്നതിന് മുമ്പ് നമ്മുടെ സംഘാടകർക്ക് തിരിച്ചേൽപ്പിക്കണം. നിങ്ങളുടെ പേരും നമ്പറും കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു ഹദിയ നമ്മുടെ ഈ കെട്ടിട നിർമ്മാണത്തിലേക്ക് വേണം. ദാറുൽ അസ്ഹറിൻ്റെ കെട്ടിട നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് ബാബാടെ ഉസ്താദിന്റെ പേരിൽ. ഇതൊക്കെ നമ്മുടെ നാടിന് അനുഗ്രഹമാണ്. ഇതൊക്കെ വളരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇബ്രാഹിം അദ്ഹം തങ്ങള് ഷഖീഖുൽ ബൽഖിയെ കണ്ടപ്പോ ചോദിച്ചു, മക്കയിൽ വന്നപ്പോ, അല്ല മാ ബിദ്ഉ അംരിക്, അങ്ങനെ ചോദിച്ചത്. മാ ബിദ്ഉ അംരിക് അല്ലദീ ബല്ലഗക ഇലാ ഹാദാ. ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ചോദ്യം അതാണ്. ഷഖീഖ് രണ്ടുപേരും തസൗഫിന്റെ പ്രഗത്ഭരായ ആലിമീങ്ങളാണ്, ആത്മീയ ഗുരുക്കളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്.
ചോദിച്ചു, അല്ല ഷഖീഖ്, നിങ്ങൾ ആത്മീയ തീരത്തേക്ക് അടുക്കാൻ കാരണമായ ഒരു നിമിത്തം ഉണ്ടാവില്ലേ? അതെന്താ? ഒരു കാരണം ഉണ്ടാവൂലേ? ചിലപ്പോ ഒരാൾ നന്നാവാൻ ഒരു കാരണം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ആലിമായ മനുഷ്യൻ ഇങ്ങനെ നായാ പോരാ, നന്നാവണട്ടോ എന്ന് പറഞ്ഞതായിരിക്കും ചിലപ്പോ. ഒന്നുകിൽ തലയിൽ കൈവച്ചൊന്ന് റുഖിയ ചെയ്ത് ഒന്ന് ദുആ ചെയ്ത് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാള് കേട്ടു, അല്ലെങ്കിൽ ഒരു നസ്വഹത്ത് കേട്ടു, അല്ലെങ്കിൽ ഉമ്മ ഉപദേശിച്ച ഉപദേശമാണ്, വാപ്പയുടെ ഉപദേശമാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാവും. യാ ഷഖീഖ് മാ ബിദു അംരിക അല്ലദീ ബല്ലഗക ഇലാ ഹാദാ. ഷഖീഖേ, നിങ്ങൾ ഇങ്ങനെ ഒരു ആത്മീയ യാത്ര തുടങ്ങാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. ആരാ ചോദിച്ചത്? അതിലും വലിയ മഹാൻ, രാജകുമാരനായി ജീവിച്ച് വളർന്ന് ഇൽമിന്റെ തസവൂഫിന്റെ മേഖലയിലേക്ക് കടന്നു വന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ പറഞ്ഞു, ഞാനൊരു വഴിയിൽ യാത്ര പോകുമ്പോൾ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സത്രങ്ങൾ ഉണ്ടാകും അവിടെ. അപ്പോ ഫൽവ എന്ന് പറയാം, ഫലവാത്ത്. ഇപ്പോ ഒരു ഫലവാത്ത്, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. എന്താണ് ജോലി ചെയ്യാന്നറിയില്ല, ഏത് ജോലിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ഒരു നാട്ടിൽ ചെന്നാൽ എന്ത് പണിയായിരിക്കും എനിക്ക് കിട്ടുക, ഇതൊന്നും അറിയാണ്ട് ഞാൻ പോവാണ്. അവിടെ ഇങ്ങനെ കടന്നു കുറെ നേരം. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു പക്ഷിക്കൂടുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ എനിക്ക് മനസ്സിലായി, ആ പക്ഷിക്ക് രണ്ട് കണ്ണുമില്ല. രണ്ട് കണ്ണുമില്ലാത്ത പക്ഷിയാണത്. ഞാൻ നോക്കുമ്പോ അതിന് കണ്ണില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു അതിന്റെ കൂടെയുള്ളൊരു പക്ഷി വന്നിട്ട് ഒരു ജറാദ് വെട്ടുകിളി എന്ന് പറയില്ലേ, അതിനെ കൊക്കിൽ വെച്ച് കൊണ്ടുവന്നിട്ട് ഈ കണ്ണില്ലാത്ത പക്ഷിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ നടന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി ഞാൻ ജോലിക്ക് പോണില്ല. കാരണം രണ്ട് കണ്ണില്ലാത്ത പക്ഷിക്ക്, രണ്ട് കണ്ണുമുള്ളൊരു പക്ഷിയെ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റുമെങ്കിൽ ഈ ഷഖീഖിന് ഭക്ഷണം തരാൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ, ഞാൻ പിന്നെ ജോലിക്ക് പോണത് എന്ന് ചിന്തിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഈ ഇൽമിന്റെ തസൂഫിന്റെ വഴിയിലേക്ക് ഇറങ്ങിയതാന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, വലിമ ലാ തകൂനു അൻത ത്വാഇറ സ്വഹീഹ്. അല്ല ഷഖീഖേ, നിങ്ങൾ എന്തൊരു തീരുമാനമാണ് എടുത്തത്? കണ്ണ് കാണാത്ത രോഗിയായ പക്ഷിയായി ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? അതല്ല, ആ ആരോഗ്യമുള്ള ഒരു പക്ഷി, കണ്ണില്ലാത്ത പക്ഷിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന പക്ഷിയാവാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടിയിരുന്നത്? അതെന്തേ നിങ്ങൾ ചെയ്യാത്തത്? അതല്ലേ ചെയ്യേണ്ടത്? കാരണം പുണ്യ നബി പറഞ്ഞതെന്താണ്? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും നല്ലത്. വാങ്ങുന്ന കൈയിനേക്കാളും ഖൈറ് കൊടുക്കുന്ന കൈയിനാണെന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പണിയെടുത്ത് ജോലിയെടുത്ത് കുടുംബം പോറ്റാൻ നിങ്ങൾ മുന്നോട്ടിറങ്ങുകയല്ലേ വേണ്ടിയിരുന്നത്? ആ കണ്ണ് കാണാത്ത പക്ഷിയെ പോലെ നിങ്ങൾ ആവുകയാണോ ചെയ്തത്? വമിൻ അലാമത്തിൽ മുഅ്മിൻ, നമ്മുടെ വിഷയം ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ് അയ്യതുലുബ അഅല ദറജതൈനി ഫീ ഉമൂരിഹി കുല്ലിഹാ ഹത്താ യബ്ലുഗ മനാസിലൽ അബ്റാർ. മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിൽ ഒരുപാട് ചോയ്സുകൾ വരുമ്പോ, പലതരം കാര്യങ്ങൾ മുമ്പിലേക്ക് വരുമ്പോ, ജീവിതത്തിൽ പഠനം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? എന്ത് ജോലി എടുക്കണം? എവിടെ കയറണം? ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യണം? എന്ത് പണിയെടുക്കണം? എന്ത് സ്ഥാപനം തുടങ്ങണം? എന്താവണം എന്നൊക്കെ മുമ്പിൽ വിവിധ വിഷയങ്ങൾ വരുമ്പോൾ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കൽ മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. ഹത്താ യബ്ലുഗ മനാസിലൽ അബ്റാർ. സജ്ജനങ്ങളായ ആളുകൾ കഴിഞ്ഞുപോയ വഴിയിലൂടെ നടന്നു പോകാൻ അതാണ് അനിവാര്യം, അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഷഖീഖേ, നിങ്ങളുടെ തീരുമാനം എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ എന്ന് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ നിന്നാണ് മഹാനായ ഷഖീഖ് എന്നവർ മാറി ചിന്തിച്ചത്. ജോലിയെടുത്തു, എന്നിട്ട് സുഫിയായി ജീവിച്ചു. പണിയെടുക്കണം, അധ്വാനിക്കണം, ആളുകൾക്ക് ഭാരമാവരുത്. ജ്യേഷ്ഠൻ ഗൾഫിലാണല്ലോ, എന്നാ പിന്നെ ഞാൻ പണിക്കൊന്നും പോണില്ല, ഞാൻ ആ പൈസ ഒക്കെ ഇടുന്ന് ചെലവാക്കി കളയാം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്.
പൈസ അയച്ചിരുന്ന ജ്യേഷ്ഠനെയോ അനുജനെയോ കുളിപ്പിച്ച് കിടത്തുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല മനുഷ്യന്മാരും ചീത്തൊക്കെ ഉണ്ടാവില്ലേ? ജ്യേഷ്ഠന്റെ പൈസ അല്ലേ കണക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. 10 ലക്ഷത്തിന്റെ പണിയെടുത്തെന്ന് പറയും. 2 ലക്ഷം പണിക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ. ബാക്കിയൊക്കെ എവിടേക്കും പോയിട്ടുണ്ടാവും. അങ്ങനെ വഞ്ചിക്കുന്നവര്, ചതിക്കുന്നവര്. കാരണം ഒരു ജോലി ഇല്ലാതിരുന്നാൽ പിശാച് നമ്മൾക്ക് പണി തരുന്നതാണ്. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ പണിയില്ലാതെ നടക്കരുത്, ജോലി ചെയ്യാതെ നടക്കരുത്, അധ്വാനിക്കണം. നമുക്കൊക്കെ കഴിവുണ്ട്. കഴിവ് തരാതെ ആരെയും അള്ളാഹു പഠിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന ആ കഴിവ് നമ്മൾ കണ്ടെത്തണം. അതിനൊക്കെ എത്ര നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളില്ലേ, ഏതെല്ലാം കോഴ്സുകളുണ്ട്, ഏതെല്ലാം സെറ്റിങ്ങുകളുണ്ട്. നമുക്കൊന്ന് പോയി ഇരുന്ന് നോക്കിയാൽ നമ്മുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികൾ ടെക്നിക്കൽ സ്കില്ലുള്ള കുട്ടികളുണ്ടാവും, വരക്കാൻ കഴിയുന്നവരുണ്ടാവും, നന്നായി മനഃപ്പാഠമാക്കാൻ കഴിയുന്നവരുണ്ടാകും, മറ്റു പല സ്കില്ലുകളുണ്ട് മക്കളുണ്ട്. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമല്ല. ഓരോരുത്തർക്കും വിവിധ കഴിവുകളാണ് അല്ലാഹു നൽകിയത്. എല്ലാവരും ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആയിക്കൊള്ളുന്നില്ല. പലർക്കും പല തരത്തിലുള്ള മൗഹിബ അല്ലാഹു നൽകിയിട്ടുണ്ടെന്നാണ്. അത് കണ്ടെത്തണം, വെറുതെ നടക്കരുത്. ഇത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. മഹാനായ ഷഖീഖ് എന്നവര്, മക്കയിൽ നടന്ന സംഭവമാണത്. അത് പറഞ്ഞെടുത്തു. ഷഖീഖെ, നിങ്ങൾ ആ പക്ഷിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ഞാൻ എങ്ങനെ ഇരുന്നേക്കാം എന്ന് പണിയെടുക്കാതിരിക്കാൻ ആണോ നിങ്ങൾ തീരുമാനിച്ചത്? മോശമായി പോയി എന്ന്. എന്നിട്ട് പറഞ്ഞു, അൻത ഉസ്താദുനാ യാ അബാ ഇസ്ഹാഖ്, അൻത ഉസ്താദുനാ യാ അബാ ഇസ്ഹാഖ്. ഇബ്രാഹിം അദ്ഹം തങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ ഗുരുനാഥനാണ്. നിങ്ങളിൽ നിന്നല്ലേ ഞങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ഈ ഉപദേശം ഞാൻ സ്വീകരിച്ചു. അവിടുന്നാണ് കാര്യബോധമുള്ളൊരു ജീവിതത്തിലേക്ക്, അർത്ഥവത്തായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് നമ്മൾ അങ്ങനെയല്ലേ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖീങ്ങളാക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. മഅ്മൂമാവണം എന്നല്ല പറയുക, ഇമാമാക്കി തരണം എന്നാ പറയുന്നത്. മുത്തഖിയായ ഒരു മനുഷ്യനായി ജീവിക്കുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചോദിക്കേണ്ടത് എന്താണ്? والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയിലും ഞങ്ങളുടെ മക്കളിലും അല്ലാഹുവേ കൺകുളിർമയ നൽകണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സജ്ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്നവരായി അല്ലാഹുവേ ഞങ്ങളെ മാറ്റിത്തരണമേ. ചോദിക്കാൻ പറഞ്ഞത് ഉന്നതങ്ങളാണ്, ചെറുതല്ല ചോദിക്കേണ്ടത്. ഉന്നതങ്ങളാണ്, ഉന്നതങ്ങളാണ്. रुकाबी रूह जब पैदा होती है जवानों में, नजर आती है अपनी मंजिल आसमानों में. ഉന്നതങ്ങളാണ് നോക്കേണ്ടത്. ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ സ്വർഗം തരണേ എന്ന് മാത്രമല്ല ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ഉന്നതമായ സ്വർഗം തരണേ എന്ന് ചോദിക്കണം. ഫിർദൗസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗത്ത് കടത്തണേ എന്നല്ല ചോദിക്കേണ്ടത്. എങ്ങനെ? ജന്നത്തുൽ ഫിർദൗസിലേക്ക് എത്തിച്ചു തരണേ എന്നാണ് അങ്ങനെ ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചു അല്ലാഹുവിന് കഴിയില്ലേ? യാ മൂസ, മൂസ നബിയേ, ലാ തസ്തഹി, നിങ്ങൾ നാണിച്ചു പോവണ്ട. അൻ തസ്അലല്ലാഹ ശിറാകൻ അലൈക്, നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റു പോയാൽ പോലും അല്ലാഹുവിനോട് ചോദിക്കാൻ നിങ്ങൾ നാണിക്കേണ്ട. അതും ചോദിച്ചോളൂ, ചെറുതും ചോദിക്കണം, വലുതും അല്ലാഹുവിനോടാ ചോദിക്കാനുള്ളത്. ഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, ഫിർദൗസ് ചോദിക്കണമേ. ഫഇന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ മധ്യമാണ്. വഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതമാണ്. ഉറാഹു ഫൗഖഹുൽ അർശുർ റഹ്മാൻ, ഉറാഹു ഫൗഖഹു അർശുർ റഹ്മാൻ. കാരുണ്യവാനായ റബ്ബിന്റെ അർശ് കിടക്കുന്നത് ഫിർദൗസിന്റെ മീതയാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നദികൾ ഒഴുകുന്നത് ആ ഫിർദൗസിൽ നിന്നാണ്. അത് ചോദിക്കുന്ന അല്ലാഹുവിനോട്, സ്വർഗ്ഗത്തിന്റെ പീക്ക്, the
ഹയസ്റ്റ് പോയിന്റ് ജന്ന. അള്ളാഹുവിനോട് ചോദിക്കണം. വെറുതെ സ്വർഗം തന്നാ മതി എന്ന്, വെറുതെ ഗൾഫിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെയാണത്. അവിടെ എത്തിയ പിന്നെ അതൊന്നും മതിയാവില്ല. അപ്പോൾ പിന്നെ ഒരു ഒരു ഗ്രോസറി പണിയെടുത്തിയാൽ മതി, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ കഫ്തീരിയയിൽ ഞാൻ പണിയെടുത്തോളാം, ഏത് പണി ഞാൻ ചെയ്യുമെന്ന് പറയും. പക്ഷെ അവിടെ എത്തിയ പിന്നെ കോലം മാറും. അപ്പോൾ പറയും എന്താ ഇപ്പോൾ ഇതിൻ്റെ കാര്യം, ഞാൻ അങ്ങനെ ജീവിച്ചാൽ എന്നപ്പോൾ രക്ഷപ്പെടുക. അപ്പോൾ അങ്ങനെ ചോദിക്കണ്ട. ഖൈർ ഏറ്റവും നല്ലത് ചോദിച്ചോളൂ പഠിച്ചവനോട്. മക്കളെ ചോദിക്കുമ്പോൾ അല്ലാഹുവേ നല്ല ആരോഗ്യമുള്ള, നല്ല ചൊറുക്കുള്ള, ഭംഗിയുള്ള, തഖ്വയുള്ള, അച്ചടക്കമുള്ള, നല്ല സ്വഭാവമുള്ള കുട്ടീനെ താ പടച്ചോനെ. അങ്ങനെ ചോദിച്ചോളൂ. അള്ളാഹ്ക്ക് തരാൻ കഴിയില്ലേ? അള്ളാഹു തരും. അതൊക്കെ ചോദിക്കുമ്പോൾ കുറവാ, അങ്ങനെയൊന്നുമില്ല. അള്ളാഹിനെ ചോദിച്ചോളൂ. എല്ലാറ്റിന്റെയും ഖജനാവ് അള്ളാഹുവിന്റെ കൈകളിലുണ്ട്. നമ്മളോട് ചോദിക്കാനും അധ്വാനിക്കാനും പറഞ്ഞിരിക്കാം, ചെയ്യണം. അതുകൊണ്ട് ഇദാ കുൻത ലാ തുർജാ ലിദഫ്ഇ മുലിമ്മത്തിൻ വലാ കാന ലിൽ മഅറൂഫി ഇൻദക മത്മഉ വലാ കുൻത ദാ ജാഹിൻ യുആശു ബിജാഹിഹി വലാ അൻത യൗമൽ ഹശ്രി ഫീമൻ യശ്ഫഉ فعيشوك في الدنيا وموتوك واحد وعودوا خلال عن وصالك أنفع. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരമോ ഉപദ്രവമോ കിട്ടൂല എന്ന് വെച്ചാൽ അയാളുടെ ജീവിതവും മരണവും സമമാണ് എന്നാ പറഞ്ഞതിനർത്ഥം. ഒരു കാര്യത്തിന് അയാളെ വിളിച്ചാൽ കിട്ടൂല, ഒരു ഉപകാരം അയാളെ കൊണ്ട് നടക്കൂല, ഒരു ഉപദ്രവം ഉണ്ടാകുമ്പോൾ തടുക്കാനും അവരെ കൊണ്ട് കഴിയില്ല. പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പിന്നെ അങ്ങനെയാണ്. മുഅ്മിൻ അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവിധങ്ങളായ കഴിവുകളോടുകൂടെയാണ് അല്ലാഹു ഒരു മനുഷ്യനെ പടക്കുന്നത്. ആണും പെണ്ണും അങ്ങനെയാണെന്ന്. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم. ഈ ആയത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. ഖുർആനിന്റെ ഇഅ്ജാസ് ലഫ്ളിയുണ്ട്, ഇഅ്ജാസ് മഅനവിയുണ്ട്. ആശയങ്ങളിലുള്ള ഇഅ്ജാസ് ഉണ്ട്, വാക്കുകളിലുള്ള അത്ഭുതമുണ്ട്. ഇഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ സെലക്ഷൻ ഓഫ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ അഭിരുചികൾ, ഇത് വ്യത്യസ്തമായതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതും ഈ ആയത്തിന്റെ അർത്ഥം തന്നെയാണ്. തൊലിനിറം മാറിയതും ഭാഷ വ്യത്യാസപ്പെട്ടതും അള്ളാഹുവിന്റെ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണെന്നും അവിടെ അർത്ഥമുണ്ട്. നമ്മുടെ വിവിധ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടന്നാൽ അവരുടെ കുപ്പായം വരെ നിറം മാറും അല്ലേ? അവിടുത്തെ ഷർട്ടിന്റെ ഡിസൈൻ കണ്ടാൽ പഠിച്ചോൻ, ആഫ്രിക്കയിലേക്ക് ചെന്ന പഠിച്ചോൻ ഈ ആഫ്രിക്കക്കാരുടെ കുപ്പായം കണ്ടതൊക്കെ ആരാ വാങ്ങിക്കാൻ തോന്നിപ്പോവും. നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ ആരെങ്കിലും വാങ്ങിപ്പോവോ? പക്ഷെ അവർക്കത് ഇഷ്ടമാണ്. അവിടുത്തെ ഭക്ഷണം നമുക്ക് പിടിച്ചില്ല എന്ന് വരും. ഓരോ നാട്ടിലും ഓരോ അഭിരുചിയാണ്, ഓരോ തരത്തിലുമുള്ള അവരുടെ വ്യത്യസ്ത ടേസ്റ്റുകളാണ്. അവരുടെ അഭിരുചിയിൽ, കാഴ്ചപ്പാടിൽ, ചിന്തകളിൽ, ആലോചനകളിൽ, സംസ്കാരങ്ങളിൽ ഒക്കെ വ്യത്യസ്തതയാണ്. ഈ വ്യത്യസ്തത അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണെന്നാണ്. എല്ലാ നാട്ടിലും ഒരുപോലെയാണെന്ന് സങ്കല്പിക്കുക. പരപ്പംപൊയിൽ കിട്ടുന്നത് തന്നെയാണ് തൃശ്ശൂരും കിട്ടുന്നത്, അത് തന്നെയാണ് തിരുവനന്തപുരത്തും, അത് തന്നെയാണ് കന്യാകുമാരിയിലും, അത് തന്നെയാണ് വിശാഖപട്ടണത്തിലും, അത് തന്നെയാണ് ചെന്നൈയിലും, അത് തന്നെയാണ് ഹൈദരാബാദിലും. എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. പിന്നെ നാട് വിട്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഭൂമിയുടെ വ്യത്യസ്തതകളില്ലെങ്കിൽ ദുനിയാവിന് എന്ത് രസമുള്ളത്? ഓരോ നാടിന്റെ മണ്ണ് വ്യത്യാസമാണ്, അതിൻ്റെ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ്, അതിൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്നത്, കാണാത്തത്, സംസ്കാരം, ജനങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മുഅ്മിനീങ്ങളും അങ്ങനെയാണ്. നിസ്കാരം മാത്രം ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊരുപാട് നിസ്കരിക്കും, മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യും. നിസ്കാരത്തിൽ പ്രത്യേക താല്പര്യം. ചിലക്ക് നോമ്പ് ഇഷ്ടമാണ്, ചിലക്ക് ദാനധർമ്മം ഇഷ്ടമാണ്, കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് രാവും പകലുമില്ലാതെ. ചിലക്ക് കഠിനാധ്വാനം ഇഷ്ടമാണ്, സേവനം ഇഷ്ടമാണ്. പഠനം, നമ്മളെ മക്കൾ പറയുന്നത് ഇത്രേ ഫുൾ A+ ആണോ? ആ ഫുൾ A+ എൻ്റെ മോന്
എന്ന് വാപ്പയും നാട്ടുകാരും പറയുമ്പോൾ ഒരു സെന്റൻസിൽ അത് തീരുന്നുണ്ട്. ആ കുട്ടി അത് പഠിച്ചെടുക്കാൻ എടുത്ത അധ്വാനവും സമയവും ടെൻഷനും എത്ര വലുതാണ്. എൻ്റെ മോൻ ഡോക്ടറാണെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആവേശമാണല്ലേ. ഒരു മെഡിസിൻ എക്സാം പാസ്സാവണമെങ്കിൽ ആ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും അനുഭവിക്കുന്ന ടെൻഷൻ, പഠനം, അതിന്റെ ഭാരം വലുതാണ്. ഇതൊക്കെ അല്ലാഹു കൂലി തരും, ഇതിനൊക്കെ അല്ലാഹു പ്രതിഫലം നൽകും. നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൂലിയുണ്ട്, നമ്മുടെ ജോലിക്ക് കൂലിയുണ്ട്, കച്ചവടത്തിന് കൂലിയുണ്ട്. രാവിലെ പീടിക തുറന്ന് നമ്മൾ അധ്വാനിക്കുന്നത്, കച്ചവടം ചെയ്യുന്നത്, വ്യവഹാരങ്ങൾ ചെയ്യുന്നത്, പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, കൂലിപ്പണി ചെയ്യുന്നത്, തെങ്ങിൽ കയറുന്നത്, നാറ് നടുന്നത്, കൃഷി ഉണ്ടാക്കുന്നത്, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂലിയാണ്, ഇബാദത്താണ്. ചില സംവിധാനങ്ങളും നമ്മുടെ പ്രൊജക്ടുകളും ഇബാദത്തുമായി ബന്ധപ്പെട്ടതാകാം. മഹാനായ ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കാന യഖറഉ സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഓതുന്ന മഹാനാണ്. നേരത്തെ പറഞ്ഞു ഉർവത്ത് ബിൻ സുബൈർ എന്നവർ റുബുൽ ഖുർആൻ. ഇമാം ഷാഫിഈ തങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മഹാനെ സിയാറത്ത് ചെയ്തു. ഇമാം ഷാഫിഈ തങ്ങളെ ഖൈറോവിൽ, മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ കാന യഖറഉ സുബ്ഉൽ ഖുർആൻ വയഖ്തിമു ഫീ കുല്ലി സബ്അ, എല്ലാ 7 രാത്രിയിലും ഒരു ഖുർആൻ ഖത്തം തീർക്കും ഇമാം ഷാഫിഈ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ അരികത്താണ് മഹാനായ സക്കരിയ അൽ അൻസ്വാരി തങ്ങൾ കിടക്കുന്നത്. ഷാഫിഈ മദ്ഹബിലെ തന്നെ പ്രഗൽഭനായ ഇമാം. അവരൊക്കെ ജീവിതം ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളാണ്. നമുക്ക് വിർദുണ്ടോ? നമ്മൾ മിനിമം പറയാം, ഒന്ന് മഗ്രിബായി കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതുക, ഒരു തബാറക്കയോ അല്ലെങ്കിൽ സൂറത്തുൽ വാഖിഅയോ യാസീനോ അല്ലെങ്കിൽ ഒരു ഹദ്ദാദ് റാത്തീബ്. അതിലുള്ള ദിക്റുകളൊക്കെ എത്ര ശ്രേഷ്ഠമായ ദിക്റുകളാണ്. ഹദീസിൽ വന്ന വളരെ കരുത്തും കാവൽ നൽകുന്ന ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളൊക്കെ. നമുക്ക് പതിവാക്കിക്കൂടെ, കൊണ്ടു നടന്നൂടെ? ഒരു വിർദ് രാവിലെ അദ്കാറു സ്വബാഹ്, വൈകുന്നേരം അദ്കാറുൽ മസാ. ചില വിർദുകൾ നമുക്ക് വേണം, ചില ദിക്റുകൾ പതിവാക്കണം, ചില ഇബാദത്തുകൾ ശീലമാക്കണം. അപ്പോഴാണ് മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല നമുക്ക് സന്തോഷം നൽകട്ടെ. സേവനം പതിവാക്കിയ മഹാനാണ് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ അവരറിയപ്പെടുക. അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്, നല്ല തങ്ങളാണ്. മരിച്ചു കഴിഞ്ഞ് മഹാനവറുകളെ ജനാസ കുളിപ്പിക്കുമ്പോൾ ശരീരത്തിലെ പുറത്ത് വലിയ തഴമ്പുകളുണ്ട്. ഈ തഴമ്പ് എവിടുന്ന് വന്നു? ഇത്ര വലിയ ഒരു അധ്വാനമുള്ള ജോലി ചെയ്യുന്നത് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാ വഫാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിലെ ഫുഖറാക്കൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ വാതിലിക്കൽ രാത്രികാലങ്ങളിൽ ആരോ ഗോതമ്പിന്റെ ചാക്ക് വെച്ച് പോകാറുണ്ടായിരുന്നു. നേരം വെളുത്ത് വാതിൽ തുറക്കുമ്പോഴാ കാണുക, ആരാണത് വെച്ചത് എന്നറിയില്ല, അതിപ്പോ ഞങ്ങൾ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോ ഒരുപാട് വീട്ടുകാര് നോക്കുമ്പോ ആ ജോലി രാത്രിയിൽ ചെയ്തിരുന്നത് ഈ മഹാനായിരുന്നു അലി ഇബ്നുൽ ഹുസൈൻ തങ്ങളാണ്, സയ്യിദാണ്. നബി തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ എന്നവരുടെ മകൻ അലി എന്നവർ, അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും. അല്ലാഹു തആല അവരുടെയൊക്കെ ആ ഒരു പുണ്യമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലക്ഷ്യബോധത്തിലാണ് ജീവിക്കുന്നത്. വെറുതെ സമയം കളയുന്നവനല്ല. യൗവനവും മധ്യവയസ്സും വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പോലും വെറുതെയാവരുത്. ജീവിതത്തിന് ലക്ഷ്യം വേണം, വെറുതെ സമയം കളയരുത്. ചെറുപ്പക്കാർ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഹബീബിന്റെ കാലം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു 20 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴാണ് റോമിലേക്കുള്ള ഒരു സൈന്യത്തിന്റെ നേതാവായി പോകുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ആ സൈന്യം പറഞ്ഞേക്കലാണ് ഖലീഫയായപ്പോൾ ആദ്യമായി ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ തങ്ങളുടെ സൈന്യം പോകട്ടെ. എത്രയാ പ്രായം? 18 വയസ്സ്, 19, 20 താഴെയാണ്. അതിലാരാ പോകുന്നത്? കിബാർ സ്വഹാബ, 70-80 വയസ്സുള്ള സ്വഹാബിമാർ. ആ 17 വയസ്സുകാരന്റെ കൂടെയാണ് യാത്ര പോകുന്നത്. എന്തേ? യൗവനത്തിൽ തന്നെ നല്ല ലീഡർഷിപ്പ് സ്കിൽ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു കാണിക്കുകയാണ്. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫറോവ എന്നും മുന്നേ നബി പറഞ്ഞ അബൂജഹൽ അംറു ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യന് ബദർ യുദ്ധം നടക്കുമ്പോൾ
ബദർ, ഉഹദ്, ഖന്തഖ് എന്നൊക്കെ പറയുമ്പോൾ ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ആ യുദ്ധം തുടങ്ങിയത് മുസ്ലിമീങ്ങളല്ല എന്ന്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളുടെ നാടാണ് അതിനടുത്തുള്ളത്. അവിടെ വന്ന് യുദ്ധം ചെയ്തത് ആരാണ്? മക്കയിൽ കിടക്കുന്ന ആളുകളാണ്. അവർ മദീനയിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഉഹദ് നടന്നത്. മദീനയുടെ ഭാഗമാണ് ഉഹദ്. ഖന്തഖ് മദീനയിലാണ്. ബദർ മദീനയോടടുത്താണ്. മക്കയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. മദീനയിൽ നിന്ന് 100 കിലോമീറ്ററിന്റെ പരിസരത്താണ്. യുദ്ധങ്ങളുടെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ആ യുദ്ധം തുടങ്ങിയത് മുസ്ലിമീങ്ങളല്ല. ആരാണ്? ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവർ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ഒരു നാടിനെ പ്രതിരോധിക്കുവാൻ ഹബീബും സഹാബത്തും ഇറങ്ങി. അതാണ് ബദറും ഉഹദും ഖന്തഖും ഒക്കെ. ബദറിൽ പുണ്യ നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹലിനെ വകവരുത്തിയത് 2 ചെറുപ്പക്കാരാ, മുആദും മുഅവ്വദും ഇബ്നാ അഫറ എന്നവരുടെ മക്കൾ. മുആദും മുഅവ്വദും 2 ചെറിയ മക്കളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് യാ അമ്മി അയ്ന അബൂ ജഹൽ, അങ്കിൾ വേർ ഇസ് അബൂ ജഹൽ. അപ്പൊ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് കാര്യം? മൂപ്പര് വലിയൊരു ആജാനുബാഹുവായ മനുഷ്യനല്ലേ, മൂപ്പരെ കണ്ടത് നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് അയാളെ കാണണം. അല്ലാഹുവിനെയും റസൂലിനെയും വേദനിപ്പിക്കുന്നവനാണവൻ. അവൻ ഈ യുദ്ധത്തിന് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. യുദ്ധമാണ്. യുദ്ധത്തിൽ ധീരതയോടെ പോരാടണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു യുദ്ധം നടന്ന അങ്ങനെ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവര് കൂടെ ജീവിക്കുന്നവരാണ്. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒളിച്ചോട്ടമില്ല. അങ്ങനെ മുആദും മുഅവ്വദും ഓടിച്ചെന്ന് പിടികൂടി അബൂജഹലിനെ വകവരുത്തി എന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. എന്തേ? ആ ചെറുമക്കൾ ധൈര്യവും സംഭരിച്ചുകൊണ്ട് നീതിയും സമാധാനവും ആശ്വാസവും വിശ്വാസവും സദാചാരവും സംസ്കാരവും ലോകത്ത് നിലനിൽക്കണം എന്നാഗ്രഹിച്ച മക്കളാണ്. ലക്ഷ്യബോധമുള്ള മക്കളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ വ്യാഖ്യാതാവെന്നാണ് ആ സ്ഥാനപ്പേര് തന്നെ, തർജുമാനുൽ ഖുർആൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചെന്ന് ചോദിച്ചു, യാ സാഹിബി, എൻ്റെ കൂട്ടുകാരാ, ഒരുപാട് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമുക്ക് അവരുടെ അടുത്ത് പോയി ഹദീസ് പഠിച്ചാൽ എന്താ? ഒരുപാട് ഹദീസില്ലേ പുണ്യനബി പറഞ്ഞു പോയത്, അതൊക്കെ നമുക്ക് പഠിക്കാം, നീ വരുന്നോ? പറഞ്ഞു ഇബ്നു അബ്ബാസ്, ഒരുപാട് സ്വഹാബിമാര് ജീവിച്ചിരിക്കുമ്പോ ഞാനും നിങ്ങളും പോലെയുള്ള ഈ ചെറിയ മക്കൾ ഇവിടെ ഫത്വ കൊടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളോടൊന്നും ഞാനും ചോദിക്കാൻ പോകുന്നില്ല, അവരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ എന്തിനാ? പക്ഷേ ഞാനത് വിട്ടില്ല. ഞാൻ പഠിക്കാൻ ഇറങ്ങി സ്വഹാബിമാരുടെ വീടിന്റെ മുന്നിൽ ഞാൻ ചെന്നിരിക്കും. വഹും ഖായിലൂൻ, അവർ ഉച്ചനേരത്തെ വിശ്രമത്തിലാണ്. ഇപ്പൊ വാതിൽ അടച്ചിട്ടുണ്ടാവും, ഞാൻ ആ വാതിലിന്റെ പടിക്കലിരിക്കും, ആ സ്റ്റെപ്പിലിരിക്കും. മണൽക്കാറ്റ് വന്നിട്ട് എന്നെ മൂടുന്നുണ്ടാകും, ചുടുകാറ്റടിക്കുന്നുണ്ട് മദീനയിൽ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീത്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വാതിൽ തുറക്കുമ്പോ എന്നെ കാണുമ്പോ അവര് പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ പുത്ര ഇബ്നു അബ്ബാസ്, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ അരികത്തേക്ക് ഞങ്ങൾ വരില്ലേ? 12 വയസ്സാന്ന് പ്രായമുള്ളൂ, തങ്ങളുട്ടിയാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? അതാ സ്വഹാബിമാർ സയ്യിദന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണൊന്ന്. ഞങ്ങളവിടെ വരില്ലേ? എന്തിനാണ് ഇബ്നു അബ്ബാസ് എന്നവരെ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ഒരു മുട്ടുപോലും മുട്ടാതെ ഞങ്ങളെ വിഷമിപ്പിക്കാതെ വെയിലുകൊണ്ട് തളർന്നു കിടക്കുകയായിരുന്നോ?